എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഹോൾ ലൈഫ് ഇൻഷുറൻസിനെ പറ്റിയാണ്. കുട്ടികൾക്ക് വേണ്ടിയെന്ന് പ്രത്യേകമായി എടുത്തു പറയാൻ കാരണം ഈ ഹോൾ ലൈഫ് ഇൻഷുറൻസ് എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ തന്നെ ലഭിക്കുന്നതാണ്. പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ ഇതിന് പ്രത്യേകമായും എടുത്തു പറയേണ്ടതായിട്ടുള്ള കുറച്ച് വിശേഷണങ്ങളും കൂടിയുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കോ അല്ലെങ്കിൽ നിങ്ങളെ പരിചയമുള്ളവർക്കോ കാനഡയിൽ ഫാമിലിയായിട്ട് താമസിക്കുകയാണ്, മക്കളൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക, എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കാരണം ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ല. ഒന്നാമതായി, കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് ഈ ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള തുക വളരെ കുറവായിരിക്കും. മാത്രമല്ല, ബാക്കി ഇതിലേക്ക് എത്രത്തോളം പാരൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അതെല്ലാം പോകുന്നത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർഷനിലേക്കായിരിക്കും. അവർക്കൊരു ബിസിനസ് തുടങ്ങണം അല്ലെങ്കിൽ ഒരു വീട് വാങ്ങണം, ആ ഒരു സമയത്ത് അവർക്ക് ഫൈനാൻഷ്യലി എന്തെങ്കിലും ഒരു അത്യാവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ക്യാഷ് വാല്യൂ എന്ന് പറയുന്ന ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പോർഷൻ വിഡ്രോ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അതിന് നേരെ അവർക്ക് ലോണും ലഭിക്കും. ഈ ലോൺ അവർ തിരിച്ചടയ്ക്കേണ്ടതില്ല. ഇത് ഒരിക്കലും ഒരു ലൈഫ് ലോങ് പേ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇത് നിങ്ങൾക്ക് 15 വർഷത്തിലോ 10 വർഷത്തിലോ അല്ലെങ്കിൽ 20 വർഷം കൊണ്ടോ അടച്ച് നിങ്ങൾക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ ഒത്തിരി ജോലികൾ നമുക്ക് ചുറ്റില്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയില്ല ഇനി വളർന്നു വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ജോലികൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും എന്നറിയില്ല. ഇനി വളർന്നു വരുന്ന കുട്ടികളിൽ എത്ര പേര് കോളേജ് സ്റ്റഡീസ് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് ചൂസ് ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ RESP എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ്റെ പ്ലാൻ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. ഗവൺമെൻറ്റിൽ നിന്ന് കുട്ടികൾക്ക് വേണ്ടി കിട്ടുന്ന ചൈൽഡ് ബെനിഫിറ്റ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. ഇതുപോലെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.